അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ആകാശം ദൈവമഹത്വം പ്രകീർത്തിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശം ദൈവമഹത്വം പ്രകീർത്തിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. പകൽ പകലിന് പ്രബോധനം നൽകുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എങ്കിലും അവയുടെ സന്ദേശം ഭൂമി മുഴുവനും എത്തുന്നു. അത് ലോകത്തിന്റെ അതിർത്തിയോളം വ്യാപിക്കുന്നു. അവിടുന്ന് സൂര്യന് ഒരു കൂടാരം തീർത്തിരിക്കുന്നു. മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളനെ പോലെ, ഓടാനൊരുങ്ങുന്ന മല്ലനെ പോലെ അവൻ ആനന്ദിക്കുന്നു. ആകാശത്തിന്റെ ഒരറ്റത്തു നിന്ന് സൂര്യൻ മറ്റേ അറ്റത്ത് അവന് ശയ്യ വിരിച്ചിരിക്കുന്നു. അവന്റെ ചൂടിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. കർത്താവിന്റെ പ്രമാണം കറയേറ്റതാകുന്നു. അത് ആത്മാവിനെ നേർവഴിയിൽ നയിക്കുന്നു. കർത്താവിന്റെ കൽപ്പന വിശ്വാസ്യമാകുന്നു. അത് ശിശുക്കൾക്ക് വിജ്ഞാനമേകുന്നു. കർത്താവിന്റെ നിയമം നീതിയുക്തമാണ്. അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിന്റെ പ്രമാണം ഉത്കൃഷ്ടമാണ്. അത് നേത്രങ്ങളെ ദീപ്തമാക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി പവിത്രമാണ്. അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വിധികൾ സത്യസന്ധവും സകലത്തിലും നീതിയുക്തവുമാണ്. സ്വർണത്തെയും രത്നത്തെയും കാൾ അത് ശ്രേഷ്ഠമാണ്. തേനിനെയും തേൻകട്ടയും കാൾ മധുരവുമാണ്. അങ്ങയുടെ ദാസനവയിൽ ശ്രദ്ധാലുവായിരിക്കും. അവ പാലിച്ചാൽ അവന് പ്രതിസമ്മാനം ലഭിക്കും. സ്വന്തം തെറ്റുകൾ ഗ്രഹിക്കാൻ ആർക്ക് സാധിക്കും? അറിയാത്ത കുറ്റങ്ങളിൽ നിന്ന് എന്നെ മോചിക്കണമേ.
ദുഷ്ടതയിൽ നിന്ന് അങ്ങയുടെ ദാസനെ തടയണമേ. ദുഷ്ടർ എന്റെ മേൽ ശക്തിപ്പെടാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ പാപത്തിൽ നിന്ന് ശുദ്ധനാകും. എന്റെ സഹായം രക്ഷകനുമായ കർത്താവേ, എന്റെ വാക്കുകളെല്ലാം അങ്ങേ പ്രീതിപ്പെടുത്തട്ടെ. എന്റെ ഹൃദയ വിചാരങ്ങൾ അങ്ങ് അറിയുന്നല്ലോ. കഷ്ടതയുടെ ദിനത്തിൽ കർത്താവ് നിനക്ക് ഉത്തരമരുളട്ടെ. യാക്കോബിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ. വിശുദ്ധ സ്ഥലത്തു നിന്ന് അവിടുന്ന് സഹായം നൽകും. സിഹിയോനിൽ നിന്ന് സംരക്ഷണമേകും. കർത്താവ് നിന്റെ ബലികളെല്ലാം ഓർമ്മിക്കട്ടെ. നിന്റെ ദഹനബലികൾ സ്വീകാര്യമാകട്ടെ. കർത്താവ് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കട്ടെ. അവിടുന്ന് നൽകിയ രക്ഷയെ പ്രതി ഞങ്ങൾ ആനന്ദകീർത്തനങ്ങൾ പാടും. തിരുനാമത്തിൽ ഞങ്ങൾ അഭിമാനിക്കും. കർത്താവ് നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റട്ടെ. ദൈവം ശക്തമായ കരത്താൽ അഭിഷിക്തനെ രക്ഷിച്ചെന്നും സ്വർഗത്തിൽ നിന്ന് ഉത്തരമരുളിയെന്നും ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു. ചിലർ രഥങ്ങളെയും മറ്റു ചിലർ കുതിരകളെയും ആശ്രയിക്കുന്നു. ഞങ്ങളോ കർത്താവിന്റെ നാമത്തിൽ ശക്തി നേടും. അവർ നിലം പതിക്കും, ഞങ്ങളോ ഉറച്ചു നിൽക്കും. കർത്താവ് ഞങ്ങളെ രക്ഷിക്കും. അവിടുന്ന് രാജാവായി വാഴും. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളും. കർത്താവേ, അങ്ങയുടെ ശക്തിയിൽ രാജാവ് ആനന്ദിക്കുന്നു. അങ്ങയുടെ രക്ഷയിൽ അത്യധികം ആഹ്ലാദിക്കുന്നു. അവന്റെ ഹൃദയാഭിലാഷം അങ്ങ് നിറവേറ്റി. അവന്റെ അധരങ്ങളുടെ അർത്ഥന അങ്ങ് നിരസിച്ചില്ല. വിശിഷ്ടമായ അനുഗ്രഹം അങ്ങ് അവന് മുൻകൂട്ടി നൽകി. മഹിമയുടെ കിരീടം അവന്റെ ശിരസിൽ അണിയിച്ചു. അവൻ അങ്ങയോട് ജീവൻ യാചിച്ചു. അങ്ങ് അവന് നിത്യായുസ് നൽകി. അങ്ങയുടെ രക്ഷയാൽ അവന്റെ ശ്രേയസ് ഉയർന്നു. അങ്ങ് അവന് പ്രഭയും മഹത്വമേകി. അങ്ങ് അവനെ എന്നേക്കും അനുഗ്രഹമാക്കി. തിരുമുഖപ്രസാദത്താൽ അവനെ ആനന്ദഭരിതനാക്കി. രാജാവ് കർത്താവിൽ ആശ്രയിച്ചു. അത്യുന്നതന്റെ കൃപയാൽ അവൻ അചഞ്ചലനായിരിക്കും. അങ്ങയുടെ കരം സകല വൈരികളെയും കണ്ടെത്തും. വലം കൈ അങ്ങേ വെറുക്കുന്നവരെ തേടിപ്പിടിക്കും. ക്രോധകാലത്ത് അവരെ എരിയുന്ന ചൂള പോലെയാക്കും. കോപാഗ്നിയിൽ അവരെ ദഹിപ്പിക്കും. അഗ്നി അവരെ വിഴുങ്ങിക്കളയും. ഭൂമിയിൽ നിന്ന് അവരുടെ ഫലങ്ങൾ അങ്ങ് നശിപ്പിക്കും. മനുഷ്യവംശത്തിൽ നിന്ന് അവരുടെ സന്തതികളെയും. അവർ അങ്ങേക്കെതിരായി തിന്മ വിചാരിച്ചു. ദുരാലോചന നടത്തി, എന്നാൽ അവർ അതിൽ വിജയിച്ചില്ല. അങ്ങ് അവരിൽ കുറ്റം ആരോപിക്കും. അവർക്കെതിരെ അങ്ങ് സന്നാഹമൊരുക്കും. കർത്താവേ, അങ്ങയുടെ ശക്തിയിൽ അങ്ങ് മഹത്വപ്പെടട്ടെ. അങ്ങയുടെ പ്രഭാവം ഞങ്ങൾ പാടിപ്പുകഴ്ത്തട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കുവാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദൈവത്തിൻ്റെയും മിശിഹായുടെയും പുരോഹിതന്മാർ ദിവ്യരഹസ്യത്തിൻ ശുശ്രൂഷകനാകും വൈദികനാഗതനായി പാവന ബലിപീഠേ റൂഹാ വന്നു വസിച്ചിടാൻ പ്രാർത്ഥിച്ചിടുന്നു. മിശിഹാ മൂലം സകലരും ജീവിക്കുന്നു. പ്രാർത്ഥന കേട്ടുടനെ റൂഹ ഇറങ്ങുന്നു. രക്തശരീരങ്ങൾ പാവനമാക്കുന്നു. വിശ്വാസികളതു കൈക്കൊള്ളുകെ ജീവൻ നേടുന്നു. ദൂതന്മാരെല്ലാം ദൈവപുത്രനെ ആരാധിക്കട്ടെ. ഉന്നത ദൂതന്മാർ ക്രോവേശ്രാപ്പേമാർ ബലിവേദിക്കരികിൽ ഭീതിയോടെ നിൽപ്പു. ദിവ്യരഹസ്യത്തിൻ മുൻപിൽ ഭക്ത്യാ പ്രണമിപ്പൂ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപം പോക്കിയിടും പാവനഗാത്രത്തെ വിഭജിച്ചേകിടും വന്ധ്യപുരോഹിതനെ ആദരപൂർവം വീക്ഷിപ്പൂ വാനവരെല്ലാരും. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരെ നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രഭാവമേറിയ ആകാശപ്പരപ്പിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രഭാവമേറിയ ആകാശപ്പരപ്പിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. തന്റെ ശക്തി പ്രഭാവത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ഉന്നത മഹിമാവിനെ കുറിച്ച് അവിടുത്തെ പുകഴ്ത്തുവിൻ. കാഹളനാദത്താൽ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണകളാലും കിന്നരങ്ങളാലും അവിടുത്തെ പുകഴ്ത്തുവിൻ. തപ്പുകളാലും മദ്ദളങ്ങളാലും അവിടുത്തെ സ്തുതിക്കുവിൻ. കരുണാനന്ദകരമായ കൈത്താളങ്ങളാൽ അവിടുത്തെ പുകഴ്ത്തുവിൻ. ആരവത്താലും ആർപ്പവിളിയാലും അവിടുത്തെ സ്തുതിക്കുവിൻ. ജീവജാലങ്ങളെല്ലാം കർത്താവിനെ പുകഴ്ത്തട്ടെ. എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിശിഹായിൽ തൻ സുതരായി നരരെ മാറ്റിയ താതനെ വാഴ്ത്തി പാടാം. മിശിഹായിൽ തൻ ത്രിത്വരഹസ്യം വെളിവാക്കിയിടും താതനെ വാഴ്ത്താം. മിശിഹായിൽ തൻ രക്ഷയും അലിവും നൽകിയ താതനെ വാഴ്ത്തി പാടാം. മണ്ണിൽ വന്നു പിറന്നവനാ
പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവേൻ. സ്വതേ അശുദ്ധമായി ഒന്നുമില്ലെന്ന് കർത്താവായ യേശുവിലുള്ള വിശ്വാസം വഴി ഞാൻ അറിയുകയും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും. ഭക്ഷണം നിമിത്തം നിന്റെ സഹോദരന്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നിന്റെ പെരുമാറ്റം സ്നേഹത്തിന് ചേർന്നതല്ല. ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. അതിനാൽ നിങ്ങളുടെ നന്മ തിന്മയായി നിന്ദിക്കപ്പെടാതിരിക്കട്ടെ. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ്. ആകയാൽ സമാധാനത്തിനും പരസ്പരോത്കർഷത്തിനും ഉതകുന്നവ നമുക്ക് അനുവർത്തിക്കാം. ഭക്ഷണത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി നിഷ്ഫലമാക്കരുത്. എല്ലാ വസ്തുക്കളും ശുദ്ധമാണ്. എന്നാൽ അപരന് വീഴ്ചയ്ക്ക് കാരണമാകത്തക്ക വിധം ഭക്ഷിക്കുന്നവന് അത് തിന്മയായി തീരുന്നു. മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞ് കുടിക്കാതെയും നിന്റെ സഹോദരന് പാപകാരണമാകുന്നതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. ഇക്കാര്യത്തിലുള്ള നിന്റെ വിശ്വാസം ദൈവസന്നിധിയിൽ പരിരക്ഷിക്കുക. താൻ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസാക്ഷി കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാനാണ്. സംശയത്തോടെ ഭക്ഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. എന്തെന്നാൽ വിശ്വാസം അനുസരിച്ചല്ല അവൻ പ്രവർത്തിക്കുന്നത്. വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നതെന്തും പാപമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും